ചൂട് പിടിച്ചു വരികയാണ്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ സർട്ടൻ സ്റ്റേറ്റ്മെന്റ്സുകൾ ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും ലീക്ക് ചെയ്യാൻ സമ്മതിച്ചാൽ മതി. എന്താണോ കുറച്ചു വർഷങ്ങളായി സർക്കാർ എംബാർഗോ ചെയ്തു വച്ചിരുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. എംബാർഗോ എന്താണെന്നോ? എംബാർഗോ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധീകരണത്തിന്റെ സൗകര്യത്തിനായി രേഖാമൂലം മുൻകൂട്ടി നൽകുന്ന പ്രസംഗങ്ങളും നിശ്ചയിക്കപ്പെട്ട സമയമാകുന്നതിന് മുൻപ് പ്രസിദ്ധീകരിക്കുന്നുള്ള നിരോധനം. സത്യത്തിൽ ഇതൊരു ജേർണലിസ്റ്റ് വീട് കൂടിയാണ്, ഞാനങ്ങ് പറഞ്ഞതാ. ഓക്കെ, അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴോ ഞെട്ടലോടെ ഞെട്ടൽ. കാരണം നമ്മൾ മനസ്സിൽ പ്രതിഷ്ഠിച്ചു വച്ചിരിക്കുന്ന പല വിഗ്രഹങ്ങളും തച്ചുടയാൻ സാധ്യത വളരെ കൂടുതലുള്ള റിപ്പോർട്ട്. എനിക്ക് നടന്മാരായ ഇടവേള ബാബു, മുകേഷ്, മണിയമ്പിള്ള രാജു, പിന്നെ ജയസൂര്യ, പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിള്, വിച്ചു, ഇവരിൽ നിന്നൊക്കെയാണ്. പിന്നെ ഒരു അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്ന ആളിൽ നിന്നും എനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചില പേജുകൾ പുറത്തു വരാത്തത് കൊണ്ട് ഏതൊക്കെ വിഗ്രഹങ്ങൾ പൊട്ടുമെന്നോ കൂടുതൽ കരുത്തോടെ ശോഭിക്കുമെന്നോ ഒരു വ്യക്തതയില്ലാത്ത റിപ്പോർട്ടാണ്. ആരോപണ സ്വഭാവം മാത്രമുള്ളത് എന്താണെന്നൊക്കെ ഇനിയുള്ള ദിവസങ്ങളിലാണ് നമ്മൾ തിരിച്ചറിയുന്നത്. വേറെ യാരുമില്ല, മോഹൻലാൽ മമ്മൂട്ടി തവിர അങ്ക യാർ പവർ ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ എല്ലാവരും തന്നെ സംശയത്തിന് നിഴലായി. അതുമാത്രമോ, ഈ റിപ്പോർട്ട് പ്രകാരം മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ ഇത്രയധികം യാതനകളും പീഡനങ്ങളും അവഗണനയും നേരിട്ടിട്ടുണ്ട് എന്ന് അറിയുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട്. ആക്രമണങ്ങൾ ചെയ്യുന്നതെല്ലാം പുരുഷന്മാരാണെന്ന് പരാതിപ്പെടാത്തിടത്തോളം കാലമാണ്. ഒരു പുരുഷൻ വന്ന് പരാതിപ്പെടുമ്പോൾ അറിയാം സ്ത്രീ ആക്രമിക്കുന്നുണ്ടോ, ഏത് രീതിയിൽ ആക്രമിക്കുന്നു. ഇപ്പൊ ശാരീരികമായിട്ട് മാത്രമല്ലല്ലോ ഒരു പുരുഷനെ തകർക്കാൻ കഴിയുന്നത്, മാനസികമായിട്ട് എത്രയോ സ്ത്രീകൾ ഈ കേരളത്തിലും അല്ലെങ്കിൽ ലോകത്തിന്റെ എത്രയോ കോണുകളിലായിട്ട് എത്രയോ പുരുഷന്മാരെ തകർത്തേക്കുന്നു. എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്നോ? അത് ഞാൻ പറയാം. രാജ്യത്ത് തന്നെ ആദ്യമായായിരുന്നു ഒരു സർക്കാർ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിക്കുന്നത്. 1.5 വർഷത്തിന് ശേഷം 2019 ഡിസംബർ 31 ഹേമ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. സിനിമാ മേഖലയിലെ സ്ത്രീകൾ ലൈംഗിക പീഡനം, തൊഴിൽപരമായ വിവേചനം, ലിംഗവിവേചനം എന്നിവ നേരിടുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയപ്പെടുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സിനിമകളിൽ അവസരം ലഭിക്കുന്നതിന് ലൈംഗികാവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണമെന്ന സാഹചര്യം, ചിത്രീകരണ സമയത്ത് ശുചിമുറിയോ വസ്ത്രം മാറാനുള്ള സൗകര്യമോ ഉണ്ടാവാത്ത അവസ്ഥ, അതിക്രമങ്ങൾക്കൊപ്പം അശ്ലീല പദപ്രയോഗങ്ങൾ സ്ത്രീകൾക്കെതിരെ ഉപയോഗിക്കുന്നു തുടങ്ങി സ്ത്രീ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന കടുത്ത ചൂഷണങ്ങൾ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. പുറത്തു വന്ന റിപ്പോർട്ട് തലയും വാലും ഇല്ലാത്തതാണെങ്കിലും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വെളിച്ചം കണ്ടതിന്റെ ബലത്തിൽ കൂടുതൽ സിനിമാ മേഖലയിലുള്ളവർ ആരോപണങ്ങളുമായി രംഗത്തെത്തി. അതോടുകൂടി പ്രമുഖർ എന്ന് പരാമർശിച്ചിട്ടുള്ള റിപ്പോർട്ടും ചില പ്രമുഖരുടെ പേര് പറഞ്ഞുകൊണ്ടുള്ള വിവിധതരം ആരോപണങ്ങളും ഉയർന്നു. സംവിധായകൻ രഞ്ജിത്ത്, നടൻ സിദ്ദിഖ്, സുധീഷ്, ഇടവേള ബാബു, റിയാസ് ഖാൻ, മാമുക്കോയ, ജയസൂര്യ, മുകേഷ്, മണിയമ്പിള്ള രാജു തുടങ്ങി പലർക്കുമെതിരെ ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു വിഷമം പങ്കുവയ്ക്കാൻ വേണ്ടി വന്നു. ഇപ്പൊ തന്നെ ഉണ്ടായിട്ടുള്ള ഇൻസിഡൻസ് നിങ്ങൾക്ക് അറിയാലോ, എന്താ പറയാൻ പറ്റും, ഇവരൊക്കെ തീരുമാനിക്കട്ടെ. കാഴ്ചയില്ലാത്തവർക്കൊരു സ്നേഹസ്പർശം എന്ന പരിപാടിയിൽ ജയസൂര്യ പങ്കെടുത്തിരുന്നു. മാത്രമല്ല, ആരോപണം ഉന്നയിച്ച 2 സ്ത്രീകളും ജയസൂര്യയും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുമുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് പീഡിപ്പിച്ചെന്ന് പരാതി പറയുന്ന ആളുടെ കൂടെ ഫോട്ടോ എടുക്കുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്യുന്നതിലുള്ള അനൗചിത്യവും ചില പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ, പരാതിയില്ലേ എന്നാണ്? നിലവിൽ ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ. വെളിപ്പെടുത്തിയ ജുബിത, ഗൗരി ലക്ഷ്മി, രേവതി സമ്പത്ത്, സോണിയ മൽഹാർ, മീനു മുനീർ, ബംഗാളി നടി ശ്രീലേഖ മിത്ര തുടങ്ങിയവർ ആണ്. ഇതിൽ എല്ലാവർക്കും പരാതിയോ കേസോ ഇല്ല. പിന്നെ ഈ അവസരത്തിൽ റിപ്പോർട്ടിന് അനുകൂലമായി തങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങൾ അറിയിക്കാൻ വന്നതാണ് എന്നാണ് ജുബിതയുടെ പ്രതികരണം. അവർ പറയുന്ന പോലത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ നമുക്ക് സിനിമയിലേക്ക് കയറി വരാൻ പറ്റില്ല എന്നാണ്. അതുകൊണ്ട് ഇപ്പൊ ഞാനത് എടുത്തെടുത്ത് പറയേണ്ട എല്ലാ ന്യൂസിലും വന്നിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അത് ഞാൻ അഭിനയിച്ചിട്ടും 3-ാമത്തെ ദിവസം ഹരികുമാർ സാറ് പറയുന്നു റൂമിലേക്ക് വരണം, അവിടെ റെസ്റ്റോറന്റിലേക്ക് വരണം, ഇല്ലെങ്കിൽ കാറ്റുമഴയും ഹരികുമാർ അദ്ദേഹം പറഞ്ഞു. അപ്പൊ അതിപ്പോ അറിയുന്ന ഒരാള് ഷാജി പട്ടിക്കർ സാർ, അദ്ദേഹമാണ് എന്നെ വിളിച്ചത് ആ മൂവീസിലേക്ക്. അതെന്താ ആരും കേസുമായി പോവാത്തതെന്നോ? നല്ല ക്വസ്റ്റ്യൻ. അത് വേറൊന്നുമല്ല, നമ്മുടെ സിസ്റ്റം തന്നെയാണ്. നിയമപ്രകാരം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത്, അതും വനിതാ കോൺസ്റ്റബിളിന്റെ സാന്നിധ്യത്തിൽ, വനിതാ ജഡ്ജി മൊഴിയെടുത്ത് അങ്ങനെ ഒരു പ്രോസസ്സാണ് നടക്കുന്നത്.
ഇങ്ങനെയുള്ള കേസുകളിൽ. എന്നാൽ പരാതി കൊടുക്കാൻ പോകുമ്പോൾ മുതൽ ഈ ഇരകൾ അനുഭവിക്കുന്ന ട്രോമ അത് വളരെ വലുതാണ്. അവരെ കംഫർട്ട് ആക്കുകയോ ആശ്വസിപ്പിക്കുകയോ കൗൺസിലിംഗ് നടത്തുകയോ ഒന്നും ചെയ്യാതെ ഫർദർ പ്രോസസ്സിലേക്ക് പോകുമ്പോൾ ഇരകൾ അവിടെ സഫർ ചെയ്യുകയാണ്. അവർക്ക് നിയമത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ്. അതാണ് കൂടുതൽ ഇരകളും കേസും പൊല്ലാപ്പുമായി നടക്കാൻ ഇഷ്ടപ്പെടാത്തത്. ഇത് ചെറിയൊരു വിഷയമല്ല. ഇനി മുതലെങ്കിലും സിനിമാ മേഖലയിൽ ഈ ദുരവസ്ഥ വരരുത്. അതിനായി കൂടുതൽ അന്വേഷണങ്ങളും തീരുമാനങ്ങളും എടുത്തേ മതിയാകൂ. ആരോപണ വിധേയരായ സിദ്ദിഖ്, രഞ്ജിത്ത് തുടങ്ങിയവർ അവരുടെ പദവി സ്ഥാനങ്ങൾ രാജിവെച്ച് അന്വേഷണം നേരിടുകയാണ്. സിനിമാ മേഖലയിൽ നിന്ന് റിപ്പോർട്ടിന് അനുകൂലവും പ്രതികൂലവും അതുപോലെ തന്നെ രണ്ട് ഭാഗത്ത് നിന്നുകൊണ്ടുള്ളതുമായ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. യാതൊരുവിധ പ്രതികരണങ്ങളും നടത്താത്തവരും ഉണ്ട്. ഈ വിഷയത്തിൽ HR മീഡിയ മലയാളത്തിന് ചില ചോദ്യങ്ങളുണ്ട്. ജുബിത ഇപ്പോഴും എന്തുകൊണ്ട് നിയമപരമായി നീങ്ങുന്നില്ല? പബ്ലിസിറ്റി മാത്രമാണോ ഇവരുടെ ഉദ്ദേശം? HR മീഡിയ മലയാളം ജുബിതയുമായി കോളിൽ സംസാരിച്ചപ്പോൾ ലഭിച്ച പ്രതികരണങ്ങളിൽ യാതൊരുവിധ വ്യക്തതകളും ഇല്ലായിരുന്നു. കാരണം 2016 അഭിനയ സിനിമയ്ക്ക് ശേഷം സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി. ഇവിടെ ജുബിതയ്ക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ല. സിനിമയിലെ വിഷയങ്ങൾ പഠിക്കാൻ രൂപീകരിച്ച കമ്മിറ്റിയെ പറ്റി സിനിമയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ച ആൾക്ക് എങ്ങനെ അറിവില്ലാതെയാകും? മമ്മൂക്കോയ, ഇടവേള ബാബു, 2-3 പേരുകൾ പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇങ്ങനെ വന്ന് മാധ്യമത്തിലൂടെ വന്ന് തുറന്ന് പറഞ്ഞല്ലോ. അപ്പൊ എനിക്ക് അറിയാനുള്ളത്, അപ്പൊ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്താണ് ജുബിത ഉദ്ദേശിക്കുന്നത്? അതേക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം കംപ്ലൈന്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവര് നമ്മളെ പീഡിപ്പിക്കുകയോ അങ്ങനെ ഉണ്ടായിരിക്കണം. ഇത് വാക്കുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ അവർ പറഞ്ഞു. പലരും അത് പറയാൻ മടിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആ പേര് പറഞ്ഞുകൊണ്ട് പലരും ഇപ്പൊ രംഗത്തേക്ക് വന്നു. പിന്നെ നമ്മളെ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് അല്ലാതെ മാന്യമായ രീതിയിൽ എനിക്കൊരു വേഷം തരാനോ അല്ലെ ഞാൻ എഴുതിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ചെയ്യാനോ ഏതെങ്കിലും കോണിലിരിക്കുന്ന ഒരാൾക്ക് തോന്നിയാലോ അതുമാണ് ഉദ്ദേശിച്ചത്. അതെ. പിന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ പറയാനും പാടില്ല. അതുപോലെ സിനിമാ മേഖലയിൽ ഉള്ളവർ ആവർത്തിച്ച് പറയുന്നു, ആദ്യകാലം മുതലേ സിനിമ ഇങ്ങനെയാണ്. എനിക്കിഷ്ടമില്ല, ഞാൻ വരില്ല. അത് തന്നെ, അത് മാത്രമാണ് എൻ്റെ ലൈഫിൽ. നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്നാൽ ആരെന്ത് ചെയ്യാനാണ്? നമ്മൾ പിള്ളേരെന്തിനും തയ്യാറായി നടക്കുന്നുണ്ടാവാം, നമുക്കറിഞ്ഞു. നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്നാൽ ഒരു പ്രശ്നവും ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവില്ല, ഇല്ല എന്നാണ് എൻ്റെ അനുഭവം. പറ്റാത്തവർ സിനിമയിൽ കടിച്ചു തൂങ്ങി നിൽക്കാതെ വേറെ ജോലിക്ക് പോകണം എന്ന് ഇങ്ങനെ പറയുമ്പോൾ അതിൽ മറ്റൊരു പോയിന്റ് കൂടി പറയാതെ പറയുന്നു. അതായത് അപ്പോൾ അഭിനയിച്ചവർ എല്ലാ അഡ്ജസ്റ്റ്മെന്റും നടത്തി വന്നതാണ് എന്ന ഒരു അർത്ഥം. ഒരു നടിക്ക് പോലും ഒരു സിനിമ പൂർത്തീകരിക്കാൻ അവർ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ ഒരു ആർട്ടിസ്റ്റിനും പോലും മുന്നോട്ട് പോകാൻ പറ്റൂല. അങ്ങനെ പറയുമ്പോൾ നിരപരാധികളായ നടന്മാർ, നടിമാർ തുടങ്ങി സിനിമാ മേഖലയിൽ ഉള്ളവർ എല്ലാം സംശയത്തിന്റെ നിഴലിലാകും. അടുത്തത്, അങ്ങനെ സിനിമയിൽ ഉണ്ടെങ്കിൽ തന്നെ ഇവർ ഒന്നിച്ച് പ്രവർത്തിച്ച് ആ ഒരു സമ്പ്രദായം ഇല്ലാതാക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒന്നും മിണ്ടാതെ വേറെ ജോലിക്ക് പോകൂ അല്ലെങ്കിൽ പോകണം എന്നല്ലല്ലോ പറയേണ്ടത്. ഈ മേഖല മാത്രമല്ല, സ്ത്രീകൾ പറ്റിയ പല മേഖലയുണ്ട്. ഇതില്ലെങ്കിൽ വേണ്ട, പോ. ഇവിടെ തെറ്റ് ചെയ്യാത്തവർ ഒന്നിച്ച് നിൽക്കുകയാണ് വേണ്ടത്. ഇവിടെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ കൃത്യമായി അന്വേഷിച്ച് നടപടിയെടുക്കേണ്ടത് അനിവാര്യമാണ്. എൻ്റെ അമ്മ എന്നെ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇദ്ദേഹത്തിനെതിരെ ഒരു പരാതി കൊടുത്തത് എന്നുള്ളൊരു കാര്യം പിന്നീട് ഈ ഒരു കുട്ടി കോടതി മുമ്പാകെ പറയുകയുണ്ടായി. അതിനെ ചൊല്ലി കോടതി ഈ കുട്ടിക്ക് നൽകിയ ശിക്ഷ എന്ന് പറയുന്നത് ഈ മനുഷ്യന് കിട്ടിയാർന്ന അത്രയും ദിവസത്തെ തന്നെ ജയിൽ ശിക്ഷ, അതായത് 1653 എന്ന് പറയുന്ന ദിവസത്തെ ജയിൽ ശിക്ഷയും 5,88,822.42 ഇത്ര രൂപ കോടതി പിഴയായിട്ട് വിധിക്കുകയും ചെയ്യുന്നു. പക്ഷേ അവിടെ ഈ ഒരു മനുഷ്യന് നഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ മനുഷ്യന്റെ റെപ്യൂട്ടേഷൻ, ഈ മനുഷ്യന്റെ ജോലി, ഈ മനുഷ്യന്റെ സമൂഹത്തിൽ കിട്ടേണ്ട ഒരു പേര് അഥവാ പേര് ദോഷം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് ഈ ഒരു മനുഷ്യനെ കൊണ്ടെത്തിച്ചു. ഈ ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടിയെടുക്കണം. അല്ലെങ്കിൽ തങ്ങൾക്ക് അനുകൂലമായ നിയമപരിരക്ഷ മിസ്യൂസ് ചെയ്യപ്പെടും. സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ പലപ്പോഴും പല സാഹചര്യത്തിലും മിസ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലും മറ്റും ഒരാളിനെ അപകീർത്തിപ്പെടുത്താനും അയാൾക്കെതിരായിട്ട് കുറ്റം ചുമത്താനും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുവാനും ഇതിനായിട്ട് അവര് കുട്ടികളെ വരെ ഇരയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഏതു തരത്തിലും ഡിഫെൻഡ് ചെയ്ത് പ്രതി
തന്റെ നിരപരാധിത്വം തെളിയിച്ച് കുറ്റവിമുക്തനാകേണ്ടതുണ്ട്. ഇതിനായിട്ട് നമുക്ക് നല്ലൊരു സപ്പോർട്ടിംഗ് സിസ്റ്റം ആവശ്യമാണ്. ഇങ്ങനെ കുറ്റവിമുക്തനാകുന്നതോടൊപ്പം തന്നെ പരമാവധി ശിക്ഷ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തിക്ക് വാങ്ങിക്കൊടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ കുറയുകയുള്ളൂ. മറ്റൊന്ന്, ഇങ്ങനെ ഈ നിയമങ്ങളുടെ ദുരുപയോഗം മൂലം യഥാർത്ഥ ഇരകൾക്ക് നീതി ലഭിക്കാതെ പോകുന്നുണ്ട്. മാത്രമല്ല, ഇങ്ങനെ സംഭവിക്കുമ്പോൾ ജെനുവിനായിട്ടുള്ളവർ സത്യം പറയാനും മുൻപോട്ട് വരാനും മടിക്കും. സിനിമയിൽ മാത്രം മതിയോ സ്ത്രീകൾക്ക് സേഫ്റ്റി? ഒരിക്കലും പോരാ. ഇത് ഒരു പോയിന്റ് ആണ്. എല്ലാ മേഖലയിൽ ഉള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരുടെ സേഫ്റ്റി ഉറപ്പുവരുത്തണം. ഇനി മലയാള സിനിമ മേഖലയിൽ ഉള്ളവർ ഒന്ന് അറയ്ക്കും. അതുപോലെ എല്ലാ മേഖലയിലും ഇതുപോലെയുള്ള ചൂഷണങ്ങളും അക്രമങ്ങളും അന്വേഷിച്ച് നടപടിയെടുക്കേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ സർക്കാരും ഹേമ കമ്മിറ്റി ഇട്ട ബോംബ് കേരളത്തിൽ കത്തിപ്പിടിക്കുമ്പോൾ, ഈ തീ അണയുമ്പോൾ പുതിയൊരു സിനിമാ ലോകം പിറക്കട്ടെ എന്ന് കാത്തിരിക്കാം, ആശംസിക്കാം.